പക്ക കൊച്ചിക്കാരായ ഒരു പഞ്ചാബി കുടുംബവും അവർ കൊച്ചിക്കാർക്ക് വിളമ്പുന്ന രുചികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. We are here at Seedida Dhaba. Let's have some belle belle. ഒരു സംശയവും വേണ്ട, കൊച്ചിയിലെ ഏറ്റവും വലിയ ലസ്സി കിട്ടുന്നത് സീദിക്ക ധാബ. കൊച്ചിക്കാരുടെ വയറും മനസ്സും നിറയ്ക്കുന്ന ഈ പഞ്ചാബി രുചി വൈവിധ്യം അത്രമേൽ മനോഹരമാണ്. ഹാജി നമസ്തേ, മോഹിന്ദർ സിംഗ്. എന്തിനാ ഹിന്ദിയൊക്കെ പറഞ്ഞാൽ പോലെ നമുക്ക് അങ്ങോട്ട്. അപ്പോൾ എൻ്റെ പേര് മോഹിന്ദർ സിംഗ് സേഠിയാണ്. ഞാൻ ജനിച്ചു വളർന്ന എറണാകുളത്താണ്. ആക്ച്വലി ഞങ്ങൾ ഈ ഡാബ തുടങ്ങിയത് 2015 ഈ ഡാബ തുടങ്ങിയത്. ഞാനും എൻ്റെ യങ് ബ്രദർ മഞ്ജീത് സിംഗും കൂടിയാണ് February 25, 2015 ഞങ്ങൾ ഈ ഡാബ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ വി ആർ സെലിബ്രേറ്റിംഗ് അവർ 10th anniversary ഓഫ് സ്റ്റാർട്ടിങ് ദിസ് ഡാബ. കേരളത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ വാസ് എ IS ഓഫീസർ ഇൻ പഞ്ചാബ്. അപ്പോൾ ഇങ്ങനെ ഒരു വർഷം ഇവിടുന്ന് കേരളത്തിൽ പച്ചക്കറി മുഹമ്മദ് അവിടെ ചെന്നിട്ടുണ്ടായി പഞ്ചാബിൽ. ഈ വാസ് ഇൻ പോസ്റ്റഡ് ഇൻ ചണ്ഡീഗഡ്. അപ്പോൾ അങ്ങനെ പുള്ളിനെ പരിചയപ്പെട്ട് അപ്പോൾ പുള്ളി ഇൻവൈറ്റ് ചെയ്തു, ഒരു വർഷം നിങ്ങൾ കേരളത്തിലേക്ക് വാ, ഇറ്റ്സ് വെരി ഗുഡ് പ്ലേസ്. അപ്പോൾ ഇങ്ങനെ പുള്ളി അച്ഛൻ പറഞ്ഞ് കറങ്ങിയിട്ടും വരാം, ഒന്നും പുള്ളിനെ കണ്ടിട്ടും വരാം. അങ്ങനെ പുള്ളി എൻ്റെ അച്ഛൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ വന്നു. ആക്ച്വലി ഹി വാസ് പോസ്റ്റഡ് ഇൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCAയിൽ പുള്ളി പോസ്റ്റഡ് ആയിരുന്നു. അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് എ ബിസിനസ് മാൻ. പുള്ളി ഇങ്ങനെ കുൾഫീസ് അങ്ങനെ ബിസിനസ്. അപ്പോൾ അച്ഛൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും ഒരു ബിസിനസ് പുള്ളി ഒരു മൈൻഡിൽ എപ്പോഴും ഉണ്ടായി. അപ്പോൾ അങ്ങനെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ, എനിക്കൊരു വീടുണ്ട്, നിങ്ങൾ താമസിക്കുക. അങ്ങനെ പൂനം മുതൽ അവിടെ പുള്ളി ഞങ്ങൾക്ക് വീട് വന്ന്. അങ്ങനെ ഞങ്ങളുടെ എൻ്റെ മദർ വന്ന്, എൻ്റെ എൽഡർ ബ്രദറിന് വന്ന്. ഞാൻ എവിടെ വന്നിട്ട് ജനിച്ചാണ്. അപ്പോൾ അങ്ങനെ അറൗണ്ട് 1965-66 വാസ് ദർ. പിന്നെ എൻ്റെ ഒരു മദറിന് ഒരു എംബിഷ്യസ് ഉണ്ടായി, ഒരു പഞ്ചാബി ഫുഡ് കേരളത്തിൽ ഇല്ല. വെരി ഹോണസ്റ്റ്ലി ദർ ഇസ് നോ ഫുഡ് ഇൻ ഒത്തൻറ്റിക് പഞ്ചാബി ഫുഡ് ഇൻ കേരള. പക്ഷേ 2013 അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ വന്നുപോയി. ബിക്കോസ് വെരി ഷീ വാസ് നോട്ട് വെൽ. അണ്ട് കുറച്ച് സീരിയസ് ആയി. അണ്ട് വിത്ത് ദ ഗോഡ് ഗേസ് ഷീ റീഗെയിൻ വന്നു തിരിച്ച്. അപ്പോൾ ഞാൻ മമ്മി പറഞ്ഞു എനിക്കൊരു വിഷ് ഉണ്ട് മോനെ, എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു മദർ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ എന്താ വിഷ്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ മോനെ ഒരു പഞ്ചാബി ഹോട്ടൽ, എനിക്കൊരു ഇവിടെ കേരളത്തിലൊരു പഞ്ചാബി ഹോട്ടൽ ഇല്ല, നിങ്ങൾ ഒരു പഞ്ചാബി ഹോട്ടൽ തുടങ്ങുക. അപ്പോൾ ബിക്കോസ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വി ആർ ഓട്ടോമൈൽ പീപ്പിൾ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ഹോട്ടലിനെ പറ്റി ഞങ്ങൾക്ക് ഒന്നും അറിവില്ല. വി ആർ നോ നോളജ് അറ്റ് ഓൾ അബൌട്ട് ഹോട്ടൽ, വെരി ഹോണസ്റ്റ്ലി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ അത്രയും സീരിയസ് ആക്കി എടുത്തില്ല. 2014 ഞാൻ എൻ്റെ ഒരു ന്യൂ ഇയർ പാർട്ടിയിലൊക്കെ പോയിട്ട് വന്ന് ശരിക്കും എൻജോയ് ഒക്കെ വന്ന്. അപ്പോൾ മദർ പറഞ്ഞ മോനെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ്, തീരെ സുഖമില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞേ അമ്മ അന്ന് പോകേണ്ട ആവശ്യമില്ല, അമ്മ യു ആർ സ്ട്രോങ് എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞ്. കോയിൻസിഡൻ്റലി അന്ന് രാത്രി 2014 ജനുവരി രാത്രി ഞാൻ അമ്മേൻ്റെ ഒപ്പം, ബിക്കോസ് ഓൺ ലാസ്റ്റ് ഷി വാസ് നോട്ട് വെൽ, ഐ വാസ് സ്ലീപ്പിംഗ് വിത്ത് മൈ മദർ. അപ്പോൾ അങ്ങനെ 2014 അന്ന് രാത്രി തന്നെ ഇവർ പെട്ടെന്ന് അറ്റാക്ക് വന്ന്. അപ്പോൾ തന്നെ പറഞ്ഞാൽ മോനെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റില്ല. അത് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ആ പ്രയാസം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഒരു ബ്രോക്ക് ഡൗൺ ആക്കി തരും. എന്ത് ബ്രേക്ക് ഡൗൺ ആയി കളഞ്ഞു എന്ന് ഐ ബ്രോക്കൺ ഡൗൺ എന്ന് പറയാൻ ഭയങ്കര സാരോ ആയിപ്പോൾ എനിക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമില്ലായിപ്പോൾ, ഒരു കുറ്റബോധമില്ലായിപ്പോൾ. നമ്മൾ 25 വർഷം നോക്കിയിട്ട് അമ്മേനെ അന്ന് ആ അവസരം അമ്മേനെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം വന്നു. അപ്പോൾ ഭയങ്കര സാരോ. അപ്പോൾ ഞാൻ ടോട്ടലി എന്ത് പറയാം ഐസൊലേറ്റഡ് ആയിപ്പോയി. അമ്മേൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ട എംബിഷൻസ് ഫുൾ ചെയ്യാൻ മാത്രമേ ഞങ്ങൾ 2015 ഈ ഡാബ തുടങ്ങിയത്. ദിസ് ഈസ് ദ ബേസിക് സ്റ്റോറി. നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പാഷനായിട്ട് ചെയ്യാം, ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ ഡു ഹാസ് ഓൺലി ടു സർവൈവ്. സോ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് മെയിനായിട്ട് പാഷനായിട്ടാണ്. അപ്പോൾ ഇത് ഹാഫ് ഡൗൺ ആയി.
ഇത് 25 മിനിറ്റ് പിടിക്കും ഹാഫ് ഡൗൺ ആയി. അപ്പോൾ ഇപ്പോൾ ഓർഡേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് വിത്തിൻ ഒരു എക്സ്ട്രാ ഒരു 7 to 10 മിനിറ്റ്സ് ഫുൾ കുക്ക്ഡ് ആവും. ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് മട്ടൺ റോസ്റ്റ് മസാലയാണ്. ഇത് ബോയിൽഡ് മട്ടനാണ്. ഇത് ഞങ്ങൾ ഒരു 40 മസാലയൊക്കെ ഇട്ട് 45 മിനിറ്റ്സ് ബോയിൽ ചെയ്ത് ഉണ്ടാക്കാനായിട്ടാണ്. ബോയിൽഡ് മട്ടനാണത്. ഓക്കെ, മെയിനായിട്ട് നിങ്ങളുടെ സെലിബ്രിറ്റീസ് സുരേഷ് ഗോപി സാറ്, വിജയ് ബാബു ഇവരൊക്കെ സ്ഥിരം ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. ഇതൊക്കെ വെരി ഫേമസ് ഐറ്റംസ് ആണ്. മിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമാണിത്. യൂഷ്വലി നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ഫ്ലേവേഴ്സ് ആണല്ലോ. ഇവിടെ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു മലായി ടിക്ക. അതിപ്പോൾ വരും, അതിന് വെയിറ്റിംഗ് ആണ്. ഇതെൻ്റെ 3rd ടൈമാണ് ഇവിടെ. ഇന്ന് ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ ടിക്കയും പിന്നെ ആലു പൊറാട്ടയാണ്. ഇവിടുത്തെ ലസ്സിയും വളരെ നല്ലതാണ്. ഞങ്ങളിപ്പോൾ മലായി ടിക്ക പറഞ്ഞിട്ടുണ്ട്, അതിന് വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഇനിയും വരും ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ സിതി ദാബയിൽ വരുന്നത്. ആക്ച്വലി ഞാനൊരു 20 വർഷക്കാലം ഡൽഹിയിലുണ്ടായിരുന്നു. സോ എനിക്ക് പഞ്ചാബി ഫുഡിനോട് വലിയ ഇഷ്ടമാണ്. ശരിക്കും റിയൽ പഞ്ചാബി ഫുഡ് എനിക്ക് ഡൽഹി ചെല്ലുമ്പോഴാണ് കഴിക്കാൻ പറ്റാറ്. പക്ഷെ ഇന്ന് ഞാനത് വീണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ താലിയാണ് ഓർഡർ ചെയ്തത്. എല്ലാ ഡിഷും എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നി. നല്ല ഫുഡും നല്ല ആംബിയൻസും ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ തന്നെ. ഞങ്ങൾ പലയിടത്തുനിന്നും കഴിച്ചിട്ടും ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. സോ ഇത് അമ്മേൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ ഞങ്ങൾ ചെയ്ത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല. വെൻ കോവിഡ് കെയിം our all staff went away. We don't know ABCD about this sector. അതും ഒരു മിറാക്കിൾസ് ചേഞ്ചസാണ്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ മോനും പിന്നെ എല്ലാവരും കോവിഡിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 ഹെൽപ്പർമാരെ സ്റ്റേഷനിൽ പോയി പൊക്കിക്കൊണം. അപ്പോൾ ഞങ്ങൾ ബ്രദർ ഞാനും കൂടി ഇരുന്ന് ഞങ്ങൾ ഒരു റെസിപ്പി ഉണ്ടാക്കി. ഇപ്പോൾ ആര് വന്നാലും പോയാലും ദ ടേസ്റ്റ് ഷുഡ് നോട്ട് ചേഞ്ച്. ദ ടേസ്റ്റ് ഷുഡ് നോട്ട് ചേഞ്ച്. ഇറ്റ് ഷുഡ് ബി സെയിം ഫോർ എവർ. എൻ്റെ മക്കളത് പറഞ്ഞ മോനെ ഒരിക്കലും യു വിൽ ബി ദ മാസ്റ്റർ. യു വിൽ ബി ദ മാസ്റ്റർ വെൻ യു ഹാവ് വൺ സ്റ്റാൻഡ്. നിങ്ങൾ പലയിടത്തും ബ്രാഞ്ച് ഉണങ്ങി, പലയിടത്ത് ഫ്രാഞ്ചൈസി കൊടുത്തി നമുക്ക് കടലിൽ മൊത്തം വെള്ളം കുടിക്കാൻ പറ്റില്ല. വാട്ട് യു ഗെറ്റ് യു എൻജോയ് ആൻഡ് ബി എ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ സെൽഫ്. ഹയസ്റ്റ് ഫ്രീക്വൻസി ഇമോഷൻ ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. When you gratitude in your life, you can achieve anything in your life. That is my message to you all people. Thanks a lot. Thanks you all. ਕਾਲੇ ਰੰਗ ਦਾ ਪਰਾਂਦਾ ਮੇਰੇ ਸੱਜਣਾ ਨੇ ਆਂਦਾ ਸੋਹਣੀਏ, ਓ ਮੈਂ ਪੱਪਾ ਭਾਰ ਨੱਚਾ ਮੇਰੇ ਯਾਰ ਸੋਹਣੀਏ, ਏ ਸਦਕੇ ਮੈਂ ਜਾਵਾਂ ਸੋਹਣੀਏ।